തമിഴ്നാട്ടിൽ ആശുപത്രി മാലിന്യം തള്ളിയെന്ന ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ച ന്യൂസ് 18 സംഘം തിരുനെൽവേലിയിൽ കണ്ടത് കേരളത്തിലെ ആശുപത്രികളിൽ നിന്ന് തള്ളിയ മാലിന്യ കൂനകൾ. വനമേഖല പോലെ തോന്നാവുന്ന അധികം ആൾത്താമസമൊന്നും മേഖലയിൽ ഒന്നുമില്ലാത്തൊരു പ്രദേശം. ഇത്തരത്തിൽ 11 ഇടങ്ങളിലാണ്, 5 സ്പോട്ടുകളിലായി 11 ഇടങ്ങളിലാണ് വലിയ രീതിയിൽ മാലിന്യ നിക്ഷേപമുണ്ട്. മാലിന്യം തള്ളിയ സംഭവത്തിൽ കൈ കഴുകിയ RCC. ഉത്തരവാദിത്തം കരാർ കമ്പനിക്ക് മാത്രമാണെന്ന് സൂപ്രണ്ട് ന്യൂസ് 18നോട്. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നു. MDയുടെ നില മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് ആശുപത്രി. മരുന്നുകളോട് നേരിയ രീതിയിൽ പ്രതികരിക്കുന്നുവെന്നും വിശദീകരണം. നിക്ഷേപകന്റെ ആത്മഹത്യയിൽ ബാങ്ക് ഭരണസമിതി പ്രതിസ്ഥാനത്ത്. മരിച്ച സാബുവും ബാങ്ക് മുൻ പ്രസിഡന്റും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്ത്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹോദരനെ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. 15 ലക്ഷം ഇനിയും കിട്ടാനുണ്ടെന്ന് സാബുവിന്റെ ഭാര്യ ന്യൂസ് 18നോട്. സമയത്ത് ചെല്ലുമ്പോൾ ഒരിക്കലും പൈസ തരികയില്ല. ഞങ്ങളെ അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ട്. കടയടച്ചിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബിനോയ് എന്ന് പറയുന്ന പുള്ളി ഓടാ പുല്ല എന്നൊരു വിളി. ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി. പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു. സാബുവിന്റെ സംസ്കാരം വിദേശത്തുള്ള ബന്ധുക്കൾ നാട്ടിലെത്തിയ ശേഷം. മുൻ MLA PK ശശിക്കെതിരെ വീണ്ടും സംഘടനാ നടപടി. CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിവാക്കി. ഹെഡ്ലോഡ് യൂണിയൻ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തും പുതിയ ആളെ നിയമിച്ചു. നടപടി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കാനുള്ള പാർട്ടി തീരുമാനപ്രകാരം. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് തുടക്കം. കോടികൾ ചിലവഴിച്ചിട്ടും എവിടെയും എത്താതെ ശബരി റെയിൽവേയിൽ. 1/4 നൂറ്റാണ്ടായിട്ടും പദ്ധതി പൂർത്തിയാകാത്ത നിരാശയിൽ ജനങ്ങൾ. പാതി വഴിയിൽ പോലും എത്താതെ നിലച്ചത് എറണാകുളം, ഇടുക്കി ജില്ലകളുടെ വികസന ഭൂപടം മാറ്റിമറിക്കുമായിരുന്ന പദ്ധതി.